നമസ്കാരം. ഞാൻ ഈയിടയ്ക്കൊക്കെ ചില പണ്ഡിതന്മാർ ചാനലുകളിൽ പറയുന്നത് കേട്ടു. നമ്മുടെ ദൈവങ്ങൾ സ്റ്റക്കായിരിക്കുകയാണ്, അവർ വിലക്കപ്പെട്ടിരിക്കുന്നു, അതായത് അവരെ അനക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ശക്തി കുറഞ്ഞിരിക്കുന്നു എന്നൊക്കെ. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ശക്തിയെ ഇല്ലാതാക്കാൻ ഒന്നിനും പറ്റുകയില്ല. ഈവൻ മനുഷ്യൻ്റെ ശക്തിയെപ്പോലും ഇല്ലാതാക്കാൻ ഒന്നിനും പറ്റുകയില്ല. നല്ല ശക്തിയുള്ള മനസ്സുള്ള ഒരു മനുഷ്യനെ, ധർമ്മമുള്ള മനസ്സുള്ള ഒരു മനുഷ്യനെ, അയാൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടാകുമ്പോൾ മാത്രമേ ഒന്നുകിൽ അയാളിൽ ഭയം, അല്ലെങ്കിൽ അയാളിൽ അശുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നെഗറ്റീവ് ശക്തികൾ ആയിട്ടുള്ള ഭൂതപ്രേത പിശാചുക്കളും മറ്റുമൊക്കെ, അതുപോലെ നെഗറ്റീവ് എനർജിയും മറ്റും അയാളുടെ ശരീരത്തിൽ കയറുകയുള്ളൂ. നോക്കൂ, നളൻ്റെ കഥയിൽ തന്നെ നമുക്കറിയാം. ശൗചത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പാദം കഴുകാതിരുന്നപ്പോഴാണ് കലി അതുവഴി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറിയത്. അതുപോലെ നമ്മുടെ ദൈവങ്ങളെ ഇത്രയൊക്കെ മന്ത്രോച്ചാരണങ്ങൾ മാത്രം കൊണ്ടല്ലല്ലോ ദൈവത്തിൻ്റെ ശക്തി കിട്ടുന്നത്. അതിന് ചുറ്റും പള്ളികളുണ്ടെന്നോ അല്ലെങ്കിൽ അതിന് ചുറ്റും മറ്റ് മതസ്ഥരുടെ സ്ഥാപനങ്ങളുണ്ടെന്നോ എന്ന് വെച്ചിട്ട് ദൈവത്തിനെ സ്റ്റക്ക് ചെയ്ത് നിർത്താൻ ഒന്നിനും പറ്റുകയില്ല. നമ്മൾ കൊടുത്ത മന്ത്രോച്ചാരണം ദൈവത്തിന് ശക്തിയില്ലാതെ അല്ലല്ലോ. ഇപ്പോഴും നിങ്ങൾ കാണുന്നുണ്ട്, അതായത് ശബരിമലയിൽ ചെയ്ത മഹാപാപികളുടെയൊക്കെ അവർക്കുള്ള ഫലങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോഴപ്പോൾ അയ്യപ്പൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയ്യപ്പന് ശക്തി ഇല്ലാതെയാണോ? അയ്യപ്പൻ സ്റ്റക്കായിട്ട് നിൽക്കുകയാണോ? നല്ല ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അയ്യപ്പൻ പരീക്ഷിക്കുകയാണ്. ഇവിടുത്തെ ഈ ഭരണം, ഇവിടുത്തെ ഈ ദുർഭരണം, ദേവസ്വം ബോർഡിൻ്റെ ദുർഭരണത്തിലിരിക്കുന്ന അയ്യപ്പനെ കൊള്ളയടിച്ച ഓരോ ആൾക്കാരും എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനുള്ള ഫലം കൊടുക്കേണ്ടതെന്ന് അയ്യപ്പനറിയാം. അതിന് പറ്റിയ രീതിയിൽ അയ്യപ്പൻ കൊടുക്കുന്നുമുണ്ട്. പിന്നെ എങ്ങനെ പറയാൻ പറ്റും അയ്യപ്പൻ സ്റ്റക്കായി നിൽക്കുന്നതെന്ന്? നമുക്ക് നമ്മുടെ കുറ്റം മറ്റുള്ള മതസ്ഥരെ അടിച്ചേൽപ്പിക്കുന്നത് തെറ്റായ കാര്യമാണ്. നോക്കൂ, അതൊരു പ്രധാന കാര്യമാണ്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രധാന ഇത് തന്നെ, അവരുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് തന്നെ ക്രിസ്ത്യാനിറ്റി ചുറ്റും പരത്തുക. ഇപ്പോൾ നമുക്കറിയാം, ഓരോയിടത്തും മതപ്രചരണത്തിന് വേണ്ടിയാണ് അവർ കൂടുതലും, വളരെ പഴയ കാലം മുതലേ അവർ നടത്തിക്കൊണ്ടിരുന്നൊരു കാര്യമാണ് മതപ്രചരണം. അതിനുവേണ്ടി അവരെന്തും ചെയ്യുമായിരുന്നു. വത്തിക്കാനിൽ നിന്നും വരുന്ന ആജ്ഞകളനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി ക്രിസ്ത്യാനിറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, ഒരു രാജ്യത്തിനെ വിഘടിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ധനം ഒഴുകുകയാണ്. മുസ്ലിംസിനേക്കാളും കൂടുതൽ ക്രിസ്ത്യാനിറ്റിയാണ് ഈ മതപ്രചരണത്തിന് കൂടുതൽ ഊന്നു നൽകുന്നത്. നമുക്കറിയാം, ഏത് തെരുവിൽ പോയാലും ഏത് ജംഗ്ഷനിൽ പോയാലും മൈക്ക് വെച്ച് പ്രസംഗിക്കുകയും ഈ പാംപ്ലെറ്റ്സുകളൊക്കെ വിതരണം ചെയ്യുന്ന ക്രിസ്ത്യാനികളെ. അപ്പോൾ അവരുടെ അങ്ങനെയാണ് അവർ നമ്മുടെ മതം പ്രചരിപ്പിക്കുക. ക്രിസ്തു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ ബൈബിൾ വായിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. പുതിയ നിയമത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അന്യനെ നിങ്ങൾക്കെതിരെ കുറ്റം ചെയ്ത, നിങ്ങളെ ദ്രോഹിച്ചവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ അയൽക്കാരനെയും നിങ്ങളെപ്പോലെ തന്നെ കാണുക, സ്നേഹിക്കുക, തമ്മിൽ സ്നേഹിക്കുക. ഇതൊക്കെയാണ് യേശു പറഞ്ഞിട്ടുള്ളത്. ഇല്ലാതെ മതം മാറ്റുക എന്നുള്ളൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലില്ല. ആ ക്രിസ്തുവിനെ നമ്മൾ ഇകഴ്ത്തേണ്ട കാര്യമില്ല. ഈ ക്രിസ്ത്യാനികളും ക്രിസ്തുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ക്രിസ്ത്യാനികൾ എങ്ങനെ പണമുണ്ടാക്കണം എന്നതിന് വേണ്ടി മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്യൻ കൺട്രീസിൽ നിന്നും, വത്തിക്കാനിൽ നിന്നും, അമേരിക്കയിൽ നിന്നും എങ്ങനെ പണം ഇങ്ങോട്ട് ഒഴുകും എന്നുള്ളതിന് വേണ്ടി, സുഖകരമായ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി അവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് ക്രിസ്ത്യാനിറ്റി. അതിലൂടെ എത്രത്തോളം പേരെ അവർ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറ്റുന്നു, അതിനനുസരിച്ച് അവർക്ക് പണം ഒഴുകിക്കൊണ്ടിരിക്കും. അവർ മെഡിക്കൽ കോളേജുകൾ പണിയും, അവർ മണിമാളികകൾ പണിയും, അവർ തോട്ടങ്ങൾ വാരിക്കൂട്ടും, അവർ ഇഷ്ടംപോലെ സുഖലോലുപരായിട്ട് ജീവിക്കും. അതവരുടെ ഒരു കർമ്മം അങ്ങനെയാണ്. ക്രിസ്തുവിനെ വിറ്റ് ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അത് കാരണം നമ്മൾ ക്രിസ്ത്യൻ മതത്തെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയേണ്ട കാര്യമില്ല. ഇനി ഒരമ്പലത്തിന് ചുറ്റും നിറച്ച് പള്ളികളാണെന്നിരിക്കട്ടെ, മുസ്ലിം പള്ളികളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളോ, ആ ദേവൻ എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. കാരണം എന്താണ്? ദേവനെ അവിടെ കുടിയിരുത്തുമ്പോൾ മുതൽ ആ ശക്തിയെ വളരെയധികം മന്ത്രപൂർവ്വം അവിടെ കുടിയിരുത്തുന്നത് വളരെ താന്ത്രിക രീതിയിൽ, അതായത് കൗളിക രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് രീതിയിൽ ക്രമങ്ങളിലൂടെയാണെങ്കിലും അവിടെ കുടിയിരുത്തുമ്പോൾ മുതൽ ആ ശക്തി അവിടെ ഇരിക്കുകയാണ്. പിന്നെ ചില ആൾക്കാർ, ഞാൻ കേട്ടിട്ടുണ്ട്, വെള്ളായണി അമ്പലത്തിലൊക്കെ മോഷണത്തിന് മുൻപേ
ആർത്തവ രക്തം പുരണ്ട വസ്ത്രം അവിടെ കൊണ്ടുപോയി വെക്കുകയും അപ്പോൾ ആ ശക്തി അവിടെ ഇല്ലാതാവുകയും ചെയ്യുമെന്ന്. അങ്ങനെയൊന്നുമല്ല. ആർത്തവ രക്തം കൊണ്ട് ഒരു ശക്തി ഇല്ലാതാകുകയില്ല. അത്ര മന്ത്രോച്ചാരണങ്ങളോടെ ഇരിക്കുന്ന ദൈവിക ശക്തി, പരബ്രഹ്മ എന്ന ശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തി, ദൈവം ഒരു പ്രത്യേക ധർമ്മം നൽകിയിരിക്കുന്ന ഒരു ശക്തി അങ്ങനെ ആർത്തവ രക്തം കൊണ്ടൊന്നും ഇല്ലാതാവുകയില്ല. ദൈവിക ശക്തി ഇല്ലാതാകുന്നത് അധർമ്മിയായ മനുഷ്യൻ്റെ മനസ്സിലാണ്. അതൊന്നും ഓർക്കുക. അതുകൊണ്ട് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിച്ച് അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ നടത്തി മതസ്പർദ്ധ വളർത്തി ഈ നാടിനെ ഇല്ലാതാക്കുകയല്ല ചെയ്യേണ്ടത്. ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുക്കളുടെ ശത്രു. ഹിന്ദുക്കൾ ഒത്തൊരുമയോടെ നിൽക്കുകയാണെങ്കിൽ, ധർമ്മപരമായി പെരുമാറുകയാണെങ്കിൽ, എൻ്റേതാണ് അമ്പലം, എൻ്റേതാണ് ദേവത എന്നുള്ള ഒരു ചിന്തയോടുകൂടി നിൽക്കുകയാണെങ്കിൽ ഈ ഇന്ത്യയിൽ ഹിന്ദുത്വം എന്നും നിലനിൽക്കും. ഇന്ത്യയുടെ ഹിന്ദുക്കളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ 5-6 സംസ്ഥാനങ്ങൾ മാറിയതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ളതും മുസ്ലിം ഭൂരിപക്ഷമുള്ളതുമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഹിന്ദുവേ, നീ നിൻ്റെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക. മതങ്ങളെ കുറ്റം പറയുന്നതിന് പകരം സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക. സ്വന്തം മതത്തിൽ വിശ്വസിക്കുക. ആവശ്യമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ പടർത്താതിരിക്കുക. സത്യമായ ദൈവത്തിൽ വിശ്വസിക്കുക. അതാണ് നിനക്ക് വേണ്ടത്.